ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പവിത്രം പ്രമോ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയിരിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ അമ്മ വരികയും തറവാട്ടിൽ സുധാകരൻ്റെ അടുത്ത് വരികയും അതായത് വേദയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ജപ്തി കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. സുധാകരനോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിറങ്ങേണ്ടി വന്നാൽ നീ നിൻ്റെ വീട്, അത് നിൻ്റെ വീടും കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തറവാടിൻ്റെ താക്കോല് സുധാകരൻ മാഷിൻ്റെ അമ്മ അവിടെ കൊടുത്തിട്ട് പോകുന്ന രംഗവും, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കമലതയോട് പറയുന്നുണ്ട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കമലയെ സമാധാനിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ട് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കമല പറയുന്നുണ്ട് അമ്മേ, കാര്യം ഒരിക്കലും വിക്രമിൻ്റെ ആ ഒരു സ്വഭാവ രീതി ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല അമ്മ. കാര്യം ഇനി നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ മകൻ കാരണം ആ ഒരു കുട്ടിയുടെ ജീവിതത്തിനും കൂടെ ഒരു അപകടം വരണ്ട, അത് കരുതി മാത്രമാണ് അമ്മേ ഞാൻ ആ കുട്ടിയോട് ഒരു ഇഷ്ടക്കുറവ് കാണിച്ച് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന രംഗമാണ്. അപ്പോൾ അമ്മ സമാധാനിപ്പിക്കുന്ന എല്ലാം ശരിയാവും മോളെ എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട് ഞാൻ ഗൾഫിൽ പോവാണ് അമ്മ, കാര്യം ഇളയ മകൻ്റെ കൂടെ ഗംഗാധരൻ്റെ കൂടെ പോകണം, അപ്പോൾ വൈകിട്ട് 5 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അമ്മ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധാകരനെ വിളിക്കുന്നുണ്ട്, സുധാകരൻ ഇറങ്ങുകയാണെന്ന് പറയുന്നത്. അപ്പോൾ സുധാകരനും മരുമക്കളും എല്ലാവരും കൂടെ പുറത്തോട്ട് വരികയാണ്. പറയുന്നുണ്ട് അമ്മ ശരി പോയി വന്നുള്ളൂ, പോകുമ്പോൾ ഇതും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പോൾ താക്കോല് തിരിച്ച് സുധാകരൻ മാഷ് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നീ എന്താ സുധാകരൻ, അത് നിൻ്റെ വീടല്ലേ, എൻ്റെ അല്ലേ അമ്മ, അത് അതായത് ഗംഗാധരൻ്റെ സുധാകരൻ മാഷിൻ്റെ അനിയൻ്റെ വീടാണ്, അപ്പോൾ അത് അവനും അവൻ്റെ മക്കൾക്കും ഉള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ നന്ദിനിയുടെ ഫേസൊക്കെ ആകെ അങ്ങ് മാറുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ എൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും ഒത്ത് അവരുടേതായ ഒരു ജീവിതം നയിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും സ്വത്ത് കണ്ട് ഈ തറവാട് കണ്ട് ആരും അതിമോഹിക്കേണ്ട എന്ന് പറയുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കമലെ നീയെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട്. ഇല്ല അമ്മ, ഇത്രയും നാളും ഇതുവരെയും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നും ആ ഇഷ്ടം ഇനി ഈ പ്രായത്തിൽ ഞാൻ മാറ്റാൻ പോകുന്നില്ല എന്നും അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുധാകരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പിന്നെ ഈ തറവാട് ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, അതോർത്ത് നീ ഇത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാവരോടും മക്കളോടും മരുമക്കളോടും മോൻ്റെ അടുത്തും മരുമോളെടുത്തും എല്ലാം യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന രംഗം. അത് കഴിഞ്ഞ് നമ്മുടെ നേരെ വിക്രമിൻ്റെ ശ്രീനി സാറിനെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് പോയി കാണുകയാണ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ശ്രീനി സാറിൻ്റെ ഒരു ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് വിക്രം അവിടെ ചെന്നത്. അപ്പോൾ വിക്രമിൻ്റെ അടുത്ത് ശ്രീനി സാറ് പറയുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കും വിക്രം, ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ശ്രീനി സാറ് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറിൻ്റെ വൈഫ് പറയുന്നുണ്ട് വിക്രം, ചേട്ടനെ ഇന്നലെ പാർട്ടി സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യം വാസവനും ശ്രീനേട്ടനും 2 ഭരണകക്ഷികളാണെങ്കിലും അവർ കൂട്ടുകക്ഷിക്കാരാണ്. അതായത് ഇനി വരുന്ന ഇലക്ഷനെ ഇത് നിന്നെ സഹായിക്കുകയാണെങ്കിൽ അത് ഇലക്ഷനെ ബാധിക്കുമെന്നും മറ്റുമൊക്കെ ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക, പാർട്ടിയും ഇലക്ഷനും അല്ല എനിക്ക് വലുത്, എനിക്ക് വേണ്ടി ജീവൻ തന്നെ കളഞ്ഞ് ജീവിക്കുന്നവനാണ് നമ്മുടെ വിക്രം. അപ്പോൾ അവൻ്റെ എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ ഒപ്പം നിന്ന് നേരിടാൻ എനിക്ക് കഴിയണം, അല്ലാണ്ട് പാർട്ടിയല്ല എനിക്ക് വലുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നത് ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട് സാർ, കാര്യം സാറിനെ പോലുള്ളൊരു വ്യക്തി ഒരു MLA ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിക്രം എന്ന് പറയുന്നത് എനിക്ക് മാത്രമുണ്ട് വാസവൻ്റെ പേരിൽ സഹായം തന്ന ആ പാർട്ടി സ്ഥാനം കളയാനുള്ളതല്ല, വരുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കാനായിട്ട് അങ്ങേക്ക് കഴിയും. അതുകൊണ്ട് എന്തായാലും അങ്ങ് ഡയറക്റ്റ് ഇറങ്ങേണ്ട, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അന്നു വന്ന് പറഞ്ഞ് അങ്ങേയിട്ട് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ എന്ന് വിക്രം പറഞ്ഞ് ഇറങ്ങുന്ന രംഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ വിക്രം ചെല്ലുന്നത് നമ്മുടെ KSEBയിലെ മെയിൻ ആളെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിക്രം ബെല്ലടിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന KSEBയിൽ എന്നെ ആളല്ലേ ചോദിക്കുക, അതേന്ന് പറയുന്നുണ്ട്. നമ്മുടെ സുധാകരൻ മാഷിൻ്റെ മോനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് മനസ്സിലായല്ലേ, അപ്പോൾ ഞാൻ അകത്തോട്ട് വരണോ അതോ സാറ് ഇങ്ങോട്ട് പുറത്തോട്ട് വരണോ എന്താണെന്ന് വെച്ച് തീരുമാനിക്കുന്നതൊക്കെ
പറഞ്ഞിട്ട് വിക്രം ഒരു വില്ലൻ റോളിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് നീ വന്ന കാര്യം പറയുമെന്ന് പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ചേച്ചിയും മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുക. ഓ ഇവിടെയല്ലല്ലേ, നാട്ടിലാണല്ലേ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുക. ആ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ സഹകരണ ബാങ്കിലായിരിക്കും അല്ലേ, വാസവൻ്റെ കീഴിലുള്ള സഹകരണ ബാങ്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ഈ അടുത്തല്ലേ 2 കോടിയുടെ ഒരു അഴിമതി നടന്നതും ചേച്ചിയുടെ പേര് അതിൽ പ്രതിക്കൂട്ടിൽ വരികയും കോടതിയിൽ കേസ് എത്തിയപ്പോൾ ചേച്ചിയുടെ പേര് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതെല്ലാം വാസവൻ്റെ സഹായത്തോടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രം പറയുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി വിക്രം ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നതാണെന്ന്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, മകനെ എനിക്ക് ഇവിടെ മാത്രമല്ല ഏത് ജില്ലയിലും എനിക്ക് വേണ്ട ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കാണും. ഇന്ന് സ്കൂൾ വിട്ട് വരുന്ന നിങ്ങളുടെ മകൻ വരുന്ന ഇടവഴി കൂടെ നിങ്ങളുടെ മകൻ വീട്ടിലെത്താണ്ടിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണണോ? കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ കറണ്ട് പോയിട്ട് 3-4 ദിവസമായി. ഇനി കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിലെ വെട്ടം ഒന്ന് തെളിഞ്ഞു കിടക്കട്ടെ, മകനെ കാണാത്തതിൻ്റെ പേരിലെന്ന് പറഞ്ഞ് വിക്രം അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അയ്യോ ഒന്നും ചെയ്യരുത് വിക്രം, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, വാസവൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്തു പോയതാണ്. ഓക്കെ എന്തൊക്കെയാണെങ്കിലും എനിക്കിപ്പോൾ തന്നെ കറണ്ട് ശരി, അരമണിക്കൂറിനുള്ളിൽ ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അതൊരു മെയിൻ ഇത് ഞങ്ങൾ കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. അച്ഛൻ തന്ന പരാതി ഞാൻ സ്വീകരിച്ചിട്ട് അത് റെഡിയാക്കിയെന്ന് പറഞ്ഞാണ് അവിടെ ഫയൽ ചെയ്തേക്കുന്നതെന്ന് പറയും. അപ്പോൾ ശരി വേഗം ആവട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ KCBയിൽ വിളിച്ചു പറയുകയും അവിടെ നാളെ വന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ കറണ്ട് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെയും വിക്രം അവിടെ തന്നെയായിരുന്നു. അതിനുശേഷം KCBയിലെ ആൾക്കാരെ ആ സാറ് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ശരിയാക്കി എല്ലാം ക്ലിയറാണ് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ വേദേനെ വിളിക്കുകയാണ്, കറണ്ട് വന്നോ എന്നുള്ളത് അറിയാൻ വേണ്ടി വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വേദ ആദ്യത്തെ കോൾ എടുത്തില്ല, രണ്ടാമത്തെ കോള് അവിടെ ഇരുന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദിനി അവിടെ ചെന്ന് നോക്കുമ്പോൾ വിക്രം വേദേനെ വിളിക്കുന്നു. ഓ അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പം വളരെ അറ്റാച്ച്ഡ് ആണ് എന്ന് തോന്നുന്നു, കണ്ടില്ലേ വിളിക്കുന്നത്. എന്നിട്ട് വേദ അറിയാണ്ട് പതുക്കെ ഫോൺ എടുക്കാൻ പോകുന്നത് വേദ ബെല്ലടിക്കുന്ന കേട്ട് ഓടി വരികയാണ്. വന്ന് വിക്രമിനെ കോൾ എടുക്കുകയും അപ്പോൾ ഇന്ന കറണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കറണ്ട് വന്നു വിക്രം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് അവൾ പറയുന്നുണ്ട് കറണ്ട് വന്നു. അപ്പോൾ ശ്രീജയും കടന്നു വരികയാണ്. അപ്പോൾ നന്ദിനിയും ശ്രീജയും നമ്മുടെ വേദയും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ മാറിയോ? അപ്പോൾ അവളൊരു എന്തോ ഒരു കൊനസ്റ്റ് രീതിയിലൊരു ഡയലോഗ് തമാശ പോലെ അടിക്കുന്നുണ്ട്. പക്ഷെ അത് നന്ദിനിക്ക് കത്തിയിട്ടില്ല, കാര്യം ഒരു ട്യൂബ് ലൈറ്റ് ആണല്ലോ. അപ്പോൾ ശ്രീജയ്ക്ക് ശരി വരികയാണ്. അപ്പോൾ ശ്രീജ അത് കഴിഞ്ഞിട്ട് നന്ദിനി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീജ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്തായിരിക്കും അവൾ പറഞ്ഞെന്നുള്ളത് മനസ്സിലായില്ല. അവൾ അതായത് പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ, അതായത് എനിക്കും വിക്രമിനും ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു ശൈലിയിൽ പറഞ്ഞതാണത്. പക്ഷെ നന്ദിനിക്ക് ആ ഒരു പറഞ്ഞ രീതി മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്ന വേദ തുണി എടുക്കാനായിട്ട് അയാളുടെ അടുത്ത് പോയി തുണി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, ശ്രീജ നന്ദിനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, വേദ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നുണ്ട്. എൻ്റെ ശ്രീജ ചോദിക്കുന്നുണ്ട്, വിക്രം ഇതെല്ലാം ശരിയാക്കിയതുപോലെ നമ്മുടെ വീടിൻ്റെ കാര്യം ശരിയാക്കുമോ വേദ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ശ്രീജേട്ടത്തി, അത് വിക്രമിനെ കൊണ്ട് എത്രത്തോളം പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാം വിക്രം നീതിപരമായ രീതിയിലല്ല ചെയ്യുന്നത്, ഭീഷണിപ്പെടുത്തിയും കത്തി കാണിച്ചും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം തന്നെ ഈ കറണ്ടിൻ്റെ കാര്യം അതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തി അവിടെ പോയി അവരെ ഭീഷണിപ്പെടുത്തിയായിരിക്കും ഇത് ശരിയാക്കിയത്. അപ്പോൾ നമുക്ക് വീട് നഷ്ടപ്പെടുമോ വേദാന്ന് ശ്രീജേടത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും, എത്രത്തോളം കഷ്ടപ്പെട്ടതാണ് എന്നിട്ട് ശ്രീജ ചോദിക്കുന്നുണ്ട്, നന്ദിനി നീ പ്രാക്ടീസിന് പോയ വക്കീലില്ലേ, പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കാൻ പറ്റുമോ? അയാളെ വിളിച്ചിട്ട് കൂടി എടുക്കുന്നില്ല ശ്രീജേട്ടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും കുക്കറിൻ്റെ ഒരു ബിസ്ലേ അടിക്കുന്ന ഉച്ചയ്ക്ക് അയ്യോ പരിപ്പ് അടുപ്പത്ത് വെച്ചൊക്കെയാണ്, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീജ പോകുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേദ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൊബൈൽ എടുത്തിട്ട് നമ്മുടെ വക്കീലിനെ വിളിക്കുകയാണ്, ദർശനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്ന അപ്പോൾ ദർശൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദർശൻ കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ദർശൻ പറയുന്നുണ്ട്, പറഞ്ഞോളൂ വേദ, ഞാൻ അല്ലെങ്കിലും നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ദർശൻ എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, പറഞ്ഞോളൂ. എന്തായാലും നീ ഇത്രയും ബോൾഡായിട്ടുള്ള നീ എന്തുകൊണ്ടാണ് ഈ വാസവനെതിരെ കേസ് ഫയൽ ചെയ്യാതിരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുക
എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദർശൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ദർശൻ അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. കാര്യം നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വാസവൻ പറ്റാവുന്ന കളി മൊത്തം കളിച്ച് ജപ്തി നടപടിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു രംഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ദർശനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അപ്പോൾ ദർശൻ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മളിതിലിപ്പം പോയിട്ടും കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലേലത്തിൽ പിടിക്കലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ കൃഷിഭൂമിയായിട്ട് കിടക്കുന്നത് കൊണ്ട് വീട് ഇടിച്ചു നിരത്താനുള്ള ഓർഡറാണ് വരാൻ സാധ്യതയെന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുക ദർശൻ എന്ന് ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഒരൊറ്റ വഴിയുണ്ട്. കാര്യം നിൻ്റെ അച്ഛൻ അത് അങ്കിൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. കാരണം ഹൈക്കോടതി ഉത്തരവ് ഇത് സ്റ്റേ ഓർഡർ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ പോയി കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ കാണാൻ പോലും കൂട്ടാക്കത്തില്ല ദർശൻ എന്ന് പറയുന്നു. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ സുധാകരൻ മാഷിനോട് ഒന്ന് വന്ന് സംസാരിക്കാൻ പറയുക. കാര്യം നമ്മുടെ വിക്രമിൻ്റെ ജാമ്യ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തതല്ലേ, അതൊന്നും നടപടിയാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ദർശൻ ഒന്ന് അച്ഛനോട് സംസാരിക്കാവുന്നു. അയ്യോ ഞാനോ? അപ്പോൾ അതെ, ഒന്ന് സംസാരിക്കാവോ പ്ലീസ് എന്ന് പറഞ്ഞ് വേദ ദർശനെ നിർബന്ധിപ്പിച്ച് വിടുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേദയും ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ സുധാകരൻ മാഷിൻ്റെ ആ വീട് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള രംഗങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഈ അടുത്ത വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് ഈ വരും ദിവസങ്ങളിൽ വളരെ ട്വിസ്റ്റായിട്ടുള്ള രംഗങ്ങളാണ് പവിത്രം സീരിയലിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകേണ്ട. ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നാളെ നല്ലൊരു പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും